ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഗുരുവായൂർക്ക് പോകാനായിട്ട് ഒരുങ്ങാം കേട്ടോ. സാധാരണ ഞാൻ ഗുരുവായൂർക്ക് പോകാറുള്ളത് തൊഴാൻ വേണ്ടിയിട്ടാണ്. ഒരു കൊല്ലമായി ഉണ്ട് തോന്നുന്നു ഞാൻ ഗുരുവായൂർക്ക് മുന്നേ പോയിട്ട്. അന്ന് കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിൽ തന്നെയാണ് തോന്നുന്നുണ്ട്, ഞാനും അമ്മയും കൂടി തൊഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് പോകുന്നത് തൊഴാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് വേറെ എനിക്കൊരു കാർ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്കറിയാലോ, സംഭവബഹുലമായിട്ടുള്ള ഒരു കാറ് വാങ്ങിക്കലായിരുന്നു വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആ കാറ് നമ്മൾ ലോണൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ലോണൊക്കെ ക്ലോസ് ചെയ്തിട്ട് കാറ് വിൽക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി വിറ്റുന്നേ. അപ്പോൾ അതിൻ്റെ വിറ്റു നമ്മൾ. അപ്പോൾ അതിൻ്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡി ആയി തരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ എന്തോ ഒരു പ്രശ്നം, അതായത് ലോൺ ഉണ്ടായിരുന്നല്ലോ കാറിൻ്റെ മുകളിൽ. അപ്പം ആ ലോണ് കെടുക്കുന്നത് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ മാറ്റി കൊടുക്കുന്ന കാരണം കൊണ്ട് അപ്പം എൻ്റെ അടുത്ത് ഒന്ന് ആർ ടി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു, എൻ്റെ ആധാർ കാർഡായിട്ട്. അപ്പോൾ ഞാൻ പോവാൻ നിൽക്കുകയാണ്, ഗുരുവായൂർക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും ഉണ്ണിയും കൂടിയിട്ടാണ് പോകണേ കേട്ടോ. അപ്പം ബാക്കി വിവരങ്ങൾ വ്ളോഗ് എടുക്കാൻ, എനിക്ക് ക്യാമറയും കൊണ്ടിട്ട് ഞാൻ വ്ളോഗ് എടുക്കാൻ പോകേണ്ടി വരും കേട്ടോ. എൻ്റെ ഫോണ് കുറച്ച് പഴയ ഫോണാണ്, പിന്നെ മാത്രമല്ല അതിനത്ര ക്ലാരിറ്റി ഒന്നുമില്ല. അപ്പം ഞാൻ ക്യാമറയും കൊണ്ടിട്ട് പോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കണില്ല. അപ്പം ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പം നിലവിൽ ഞാൻ വ്ളോഗുകൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. എനിക്ക് എടുക്കണം. എനിക്ക് കുറച്ച് അച്ചുവിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത്തിരി അതിൻ്റെ ഒരു തിരക്കിൽ പോയിട്ട് അപ്പം എല്ലാം കൂടെ അങ്ങോട്ട് പറ്റുന്നില്ല. എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി ചെയ്യുമ്പോൾ മറ്റേത് അപ്പുറത്ത് അവിടെ കിടക്കും. അപ്പം ഞാൻ ആകെ കൂടി ഒരു തിക്കും തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എവിടേക്കെങ്കിലും ഇപ്പോൾ ഉണ്ണിക്ക് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ, ഒന്നൊരാഴ്ച മുന്നേ ഉണ്ണിക്ക് പല്ല് പറിക്കലും അതിൻ്റെ കാര്യങ്ങളായിട്ട് ഇന്നും ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അടുത്തത്. അപ്പം ഞാൻ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോകാൻ വേഗം റെഡി ആവട്ടെ. ഞാൻ കുളിച്ചിട്ട് മുഖം ഒക്കെ ക്ലീനാക്കി വന്നിരിക്കുകയാണ്. മേക്കപ്പ് ചെയ്യുന്നുണ്ട്, എന്താണെന്നൊന്നും പറയുന്നില്ല. പ്രോഡക്റ്റൊക്കെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മോയ്സ്ചറൈസർ സാധനങ്ങളൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കുറിച്ച് ഇങ്ങനെ അങ്ങോട്ട് നോക്കണത് കണ്ണാടി അവിടെ ഉണ്ട് കേട്ടോ. ഈ കുർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുർത്ത കേട്ടോ. ഇത് നമ്മൾ ആമസോണിൻ്റെ ഒരു കൊളാബിൽ കാണിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. ലേസും സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 2-3 വട്ടമാണ് തോന്നുന്നു ഇട്ടിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാൻ കുന്നംകുളത്തേക്ക് പോയപ്പോൾ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴൊക്കെയാണ് കൊടുത്തിട്ടത്. മോയ്സ്ചറൈസർ കഴിഞ്ഞ് ഞാൻ സൺസ്ക്രീൻ ഇടുന്നുണ്ട്. നല്ല വെയിലുണ്ട് പുറത്ത്, അപ്പം അതുകൊണ്ട് സൺസ്ക്രീൻ ലോഷനും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ ഈ മേക്കപ്പ് ചെയ്യണ വീഡിയോസിനൊന്നും അധികം വ്യൂസ് ഇല്ല എന്ന് എനിക്കറിയാം. പൊതുവെ ഞാൻ വ്ളോഗ്, എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പേരെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെനിക്കറിയാം, ഈ വീഡിയോ അധികം ആർക്കും കാണാൻ താല്പര്യം ഉണ്ടാവില്ല, ഇങ്ങനത്തെ വീഡിയോസൊക്കെ. എന്നാലും ഞാൻ പറയാണ്, നിങ്ങൾ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ കാണണം കേട്ടോ. കുറേ എന്താ പറയുക, അത് മാത്രമല്ല നിങ്ങൾ ലൈക്ക് ചെയ്യുകയൊക്കെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, കൂടുതൽ ഒരു ആൾക്കാർക്ക് എത്തുള്ളൂ വീഡിയോ. ഇത് വെച്ചിട്ടാട്ടോ ഞാൻ അഭിപ്രായത്തിന്. അപ്പം നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിൽറ്റർ കുറയ്ക്കണമെന്ന്. ഇത് ഫിൽറ്റർ അല്ല കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പം ഈ സാധനത്തിൻ്റെ മുകളിലേക്ക് ക്യാമറ ഫോക്കസ് വരുന്നതാണ്. അപ്പം എൻ്റെ മുഖത്ത് ഫോക്കസ് പോണതാണ്. പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഫോക്കസ് ഇങ്ങനെ വരും പോവും. അപ്പോൾ അതാണ് കാര്യം, അതല്ലാണ്ട് ഫിൽറ്റർ അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും ഇത് ഈ സാധനത്തിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ അതിൻ്റെ ഇത് പിടിക്കുന്നത്, ഫോക്കസ് വരുന്നത്. അപ്പം അതാണ് കാര്യം, അല്ലാണ്ട് ഫിൽറ്റർ അല്ല. അല്ലെങ്കിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എനിക്ക് എടുക്കണ പോലെ തോന്നാറുണ്ട്. എനിക്ക് കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് 2-3 മണിക്കൂറൊക്കെ എനിക്ക് എഡിറ്റിങ്ങിന് വരാറുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ അത് ഫിൽറ്റർ കൊടുത്ത് പിന്നെ ഇരുന്ന് എനിക്ക് മടിയാണ്. അപ്പം അതാണ് കാര്യം കേട്ടോ. സംഭവം ഇതാണ്, ക്യാമറയുടെ ഫോക്കസിൻ്റെ ഒരു കളിയാണ്, അല്ലാണ്ട് ഞാൻ ഫിൽറ്റർ ഇട്ടതല്ല. പിന്നെ ഈ ലൈറ്റിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിന് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റിന് ചോട്ടില്ല, ഞാൻ വേറെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ ലൈറ്റിൻ്റെ ഒരു ഇതും കൂടെ വരണതായിരിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെയും പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ടാവും നമ്മുടെ മുഖം ഇരിക്കുക. പിന്നെ മേക്കപ്പ് ചെയ്തിട്ട് കൊളാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇത് ലാക്മേയുടെ ഈ സാധനം ഐലൈനർ, ഇത് വെച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ വാട്ടർ ലൈനിൻ്റെ കുറച്ച് താഴെയിട്ട് എഴുതുക കേട്ടോ. എനിക്ക് അങ്ങനെ എഴുതുമ്പോൾ എനിക്ക് നല്ല വൃത്തി തോന്നലുണ്ട്, കണ്ണെഴുതിയ മാതിരി ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം. ഇത്തിരി എടുത്തിട്ട് ഇങ്ങനെ, ഇതിൽ കുറേ അധികം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് എഴുതാം. ഞാൻ ഇങ്ങോട്ട് തിരിയുന്നുണ്ട്, ഇവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞാൽ ഇത് കണ്ണിൻ്റെ ഉള്ളിൽ പോവും. അപ്പോൾ ഞാൻ അത് എഴുതട്ടെ.
കാണാൻ പറ്റുന്നില്ലേ? പെട്ടെന്ന് നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണെഴുതിയാന്ന് തന്നെ തോന്നുള്ളൂ, പക്ഷെ ഉള്ളിലേക്ക് ആവില്ല. മാത്രമല്ല അത് പെട്ടെന്ന് കഴുകി കളയുകയും ചെയ്യാം. കൺമഷീനും പോലെ അത്ര അങ്ങോട്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, വേഗം പൊക്കോളും. ഇനി അടുത്ത പരിപാടി വെച്ചാൽ ലിപ്സ്റ്റിക് ആട്ടോ. ഞാൻ പൗഡർ ഒന്നും ഇടുന്നില്ല. ഇന്നിപ്പം ഈ ഞാനിട്ട സൺസ്ക്രീൻ നല്ലോണം എന്താ പറയുക, അങ്ങനെ ഒട്ടലൊന്നും ഇല്ലാത്ത ഒരു സൺസ്ക്രീനാണ്. അപ്പം ഞാനിനി വലാക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് പൗഡർ ഉപയോഗിക്കുന്നില്ല. നേരെ ഞാൻ ലിപ്സ്റ്റിക് ഇടാനുള്ള ഒരു വഴിക്ക് പോണ പരിപാടി. 2 ഷെയ്ഡ്സ് കൂടിയിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇത് കിറോൻ്റെ റോസ് സ്യൂഡ് റോസ് വുഡോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. സ്യൂഡ് റോസ് വുഡ് അത് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് ഇത്. ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് ഇത്. അപ്പം ലിപ് ലൈനർ ഇല്ലാത്തതുകൊണ്ടും ഈ കളറിൽ ലിപ് ലൈനർ എനിക്ക് ഇല്ലാത്തതുകൊണ്ടും അപ്പം ഞാൻ ഇത് കുറച്ചെടുത്ത് ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുത്തിട്ട് ഇത് ഉള്ളിലിടാൻ വേണ്ടി പോവാട്ടോ. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്, നിങ്ങൾക്ക് കാണാൻ നോക്ക്. എന്തൊരു ഭംഗിയാണ്, എനിക്ക് മൂക്ക് ചോറിയണം. ഇത് എന്തൊരു ഭംഗിയുള്ള ഷെയ്ഡാന്ന് അറിയാം, നല്ല രസമുള്ള ഷെയ്ഡാട്ടോ. പക്ഷേ എന്താ പറയുക, ഇതങ്ങനെ ആരും മേടിച്ചിട്ട് അധികം ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഏതാണ്, നോട്ട് ടു സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. നല്ല ഷെയ്ഡാണ്, എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡാട്ടോ. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, റെഡും ബ്രൗണും പിന്നെന്താ ഓറഞ്ചും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു ഷെയ്ഡ്. നല്ല ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ത് രസം കാണാൻ. അപ്പം അതാണ് ഞാനിങ്ങനെ ഔട്ട്ലൈൻ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇപ്പം തന്നെ നല്ല കളർ വന്നില്ലേ ലിപ്സ്റ്റിക്കിൻ്റെ. ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആട്ടോ. അത് ഒരിത്തിരി മതി. ഇനി ഈ കിറോൻ്റെ ഈ സാധനം ഇതെന്താ വെച്ചാൽ, ഈ ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ബട്ടർ മാതിരി ആയിരിക്കുക. നമുക്കിങ്ങനെ ഒരു ലിപ്സ്റ്റിക്കാണ് എന്ന് തോന്നില്ല, അത്രയും സോഫ്റ്റാണ്. ബട്ടർ സോഫ്റ്റ് എന്ന് പറയുന്ന അതേപോലെ. അപ്പം ഇത് കേട്ടെ, ഭംഗിയായില്ലേ, രസമായില്ലേ? ഇപ്പം അടിപൊളിയല്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ 2 ലിപ്സ്റ്റിക്കും കൂടിയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതിപ്പം ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ഇത് വാഷ് ഔട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത്. ഇതില്ലെങ്കിൽ നമുക്ക് ലിപ് ലൈനർ വെച്ചിട്ട് ചെയ്യാം. ഞാൻ എവിടെ പോകുമ്പോഴും ഈ പൊട്ടാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പം ഈ പൊട്ടെടുത്തിട്ട് പൊട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് മുടിയും കൂടി കെട്ടി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഒരു കുട്ടി കെട്ടടി വിത്ത് മീ. എനിക്കങ്ങനെ ഒരുപാട് മേക്കപ്പ് ചെയ്ത് പുറത്തിറങ്ങാനുള്ള ധൈര്യമില്ല. ആൾക്കാരെ നമ്മളിങ്ങനെ തുറച്ച് നോക്കില്ലേ. എനിക്ക് പണ്ടൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മളിപ്പം അറിയാത്ത കാലത്ത് കുറേ ഫൗണ്ടേഷനൊക്കെ വാരി പൂശിയിട്ട് അറിയില്ല അതെങ്ങനെയാണ് കോലൊന്ന്. അപ്പോൾ നമ്മളുടെ സൗന്ദര്യം കണ്ടിട്ട് ആൾക്കാർ നോക്കാമെന്നാണ് വിചാരിക്കുക. പക്ഷേ ഈ ഓവർ മേക്കപ്പ് കണ്ടിട്ടായിരിക്കും ആൾക്കാർ നോക്കണേന്ന് അറിയില്ലല്ലോ. എന്താ വെച്ചാൽ എനിക്ക് ഇത്തിരിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് തോന്നും. എനിക്ക് എൻ്റെ ഒരു പ്രത്യേകതയാണ്, ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വൃത്തി ഉണ്ടാവില്ല മേക്കപ്പ് ചെയ്ത്. എൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ആരൊന്നും പറയരുത് കേട്ടോ. എനിക്കിന്നിങ്ങനെ കെട്ടാൻ തോന്നി. ഇതൊക്കെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മ ചെയ്ത് തന്നിരുന്ന ഹെയർ സ്റ്റൈലാട്ടോ. ഇന്നെന്തോ എനിക്ക് ഈ ഹെയർ സ്റ്റൈലായിട്ട് പോകാൻ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ മുടി കെട്ടുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ രൂപത്തിൽ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ അമ്മ പറയും എന്തൊരു ഭംഗി കാണാനേ എന്ന് പറയും. അപ്പം ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടണേ. കുഴപ്പമില്ല അല്ലേ? അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ വ്ളോഗ് എടുക്കുന്നില്ല. എന്തെങ്കിലും ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം. ഉണ്ണി വീഡിയോൻ്റെ മുമ്പിൽ വരാനായിട്ട് ഞാനിങ്ങനെ കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. ഉണ്ണീനെ കാണിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോണേ. അപ്പം ശരി.